ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രമേഹ രോഗികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. യുവജനങ്ങളിൽ പ്രമേഹ രോഗം കൂടി വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രമേഹവും ഭക്ഷണക്രമവും എന്ന വിഷയമാണ്. കൃത്യമായ ഭക്ഷണക്രമം, വ്യായാമം, മരുന്ന് എന്നിവയിലൂടെ പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കാസർഗോഡ് നീലേശ്വരം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഫിസിഷ്യനും ജൂനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ പി സോമസുന്ദരമാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമുക്ക് ഈ പ്രമേഹം എങ്ങനെ തടയാനാകും? ആരൊക്കെയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അതുപോലെ തന്നെ ഏത് പ്രായം മുതൽ നമ്മൾ ഈ പ്രമേഹത്തെ കരുതിയിരിക്കേണ്ടതായുണ്ട്? പ്രമേഹ രോഗം ഇക്കാലത്ത് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഉള്ളത്. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് തടയാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പഴങ്ങളും പച്ചക്കറികളും വളരെ കൂടുതലായിട്ട് കഴിക്കേണ്ടതുണ്ട്. കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികൾ, പഴങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ഉദാഹരണമായിട്ട് ആപ്പിൾ, ഓറഞ്ച്, വെള്ളരി, കക്കിരി, പേരക്ക എന്നീ ഫ്രൂട്ട്സ്. അതുപോലെ തന്നെ മുറയ്ക്കുള്ള വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എന്ന് പറഞ്ഞാൽ തടയാനായിട്ട് ചെയ്യേണ്ടത് ദിവസവും അരമണിക്കൂർ വേഗത്തിൽ നടക്കുക. ആദ്യത്തെ 5 മിനിറ്റ് മെല്ലെ നടക്കുക, പിന്നത്തെ 20 മിനിറ്റ് വളരെ വേഗത്തിൽ നടക്കുക, ലാസ്റ്റ് 5 മിനിറ്റ് മെല്ലെ നടക്കുക. ഇതൊരു പ്രതിരോധ രീതിയാണ്. അതിന് പുറമെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കേണ്ടതും വളരെ പ്രധാനമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രമേഹത്തെ കരുതിയിരിക്കാനായി നമ്മൾ ഇപ്പോൾ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. നമുക്ക് പഴങ്ങളും പച്ചക്കറികളും കൂടുതലായിട്ടുള്ളൊരു ജീവിതശൈലീക്രമം രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. പച്ചക്കറികൾ എന്ന് പറയുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണെന്നും അതിൽ ഏതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതിനെ പറ്റി ഒരു സാമാന്യ ധാരണ ഉണ്ടായിരിക്കണം. രാവിലെ നമുക്ക് പ്രമേഹം എന്ന് പറയുന്നത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് 6.5% അധികം ഉള്ളതിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുക. എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് മുമ്പുള്ള ഷുഗർ പരിശോധിച്ചാൽ അത് 126 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്ക് പ്രമേഹമുണ്ടെന്ന് അനുമാനിക്കാം. ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗറാണ് പരിശോധനയ്ക്ക് എടുക്കുന്നതെങ്കിൽ അത് 200-ലധികം ഉണ്ടെങ്കിലും പ്രമേഹം ഉണ്ട് എന്ന് നിയന്ത്രിക്കാം. ഇതിപ്പോൾ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് എപ്പോൾ നോക്കിയാലും 7-ന് താഴെ വരണം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നിയന്ത്രണം ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത് അതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക്, സങ്കീർണതകളിലേക്ക് പോകും. സങ്കീർണതകൾ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സങ്കീർണതകളെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് എപ്പോഴും 6-7 കുറവായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ കൊളസ്ട്രോൾ ലെവലും നിയന്ത്രിതമായിരിക്കണം. നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന HDL കൊളസ്ട്രോൾ എപ്പോഴും 40-ലധികം വേണം. അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന LDL കൊളസ്ട്രോൾ എപ്പോഴും 100-ൽ താഴെയായിരിക്കണം. അതുപോലെ പ്രഷർ നിയന്ത്രിതമായിരിക്കണം. എന്ന് വെച്ചാൽ പ്രമേഹമുള്ളവരുടെ പ്രഷർ നോക്കിയാൽ 140/90-ൽ താഴെയായിരിക്കണം. ചെറുപ്പക്കാരാണെങ്കിൽ അവരുടെ പ്രഷർ 130/80-ൽ താഴെയായിരിക്കണം. ഇങ്ങനെ ഈ രക്തസമ്മർദ്ദത്തോടൊപ്പം ഈ കൊളസ്ട്രോളും പ്രമേഹവും കൂടി നിയന്ത്രിക്കുകയാണെങ്കിൽ മാത്രമേ ശരിക്കുള്ള പ്രമേഹ നിയന്ത്രണം എന്ന് പറയാൻ പറ്റൂ. അല്ലാതെ കേവലം ഷുഗർ നിയന്ത്രിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് മുറയ്ക്കുള്ള ചെക്കപ്പ് ഇതിൽ വളരെ പ്രധാനമാണ്. പ്രമേഹമുള്ളവർ വർഷത്തിലൊരിക്കൽ കണ്ണ് പരിശോധന പ്രധാനമാണ്. അതുപോലെ തന്നെ പ്രമേഹമുള്ളവർ വർഷത്തിലൊരിക്കൽ കാൽ ഫൂട്ട് എന്ന് വെച്ചാൽ ഫൂട്ട് പരിശോധന, പാദ പരിശോധനയും വളരെ പ്രധാനമാണ്. ഇതിന് പ്രത്യേകം പ്രാവീണ്യമുള്ള ആളുകളുടെ അടുത്ത് തന്നെ പോവുകയും വേണം. അപ്പോൾ ഇതിൽ നിയന്ത്രണ കാര്യത്തിൽ നമ്മൾ ഭക്ഷണ ക്രമീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമുക്ക് എന്തെല്ലാം ഭക്ഷണം കഴിക്കാം, എന്തെല്ലാം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പരപ്പനങ്ങാടിയിൽ നിന്നും ശിവശങ്കറാണ്. ശിവശങ്കർ, ഡോക്ടറോട് ചോദിക്കാം. ശിവശങ്കർ പറയും. നമസ്കാരം ഡോക്ടർ. പിന്നെ എനിക്ക് 2023 നവംബറിൽ എനിക്ക് ഒരു സ്ട്രോക്ക് വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എനിക്ക് പിന്നെ കാലും വലത്തെ കൈയും പെട്ടെന്ന് ചലനില്ലാതായി. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാല് ഈ ഷുഗറിന്റെ വേരിയേഷൻ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരിശോധിച്ചപ്പോൾ 185 ഉണ്ടായിരുന്നു എനിക്ക് ഷുഗർ.
ഓക്കെ. അപ്പോൾ ആ ഷുഗറിനെ അതിന്റെ സ്ഥിരമായിട്ട് ഗുളിക ഒരു 8 കൊല്ലം വരെ ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് സ്ട്രോക്ക് വന്നത്. അപ്പൊ ഇതിന്റെ പിന്നെ എന്താണ് ആ ഗുളികന്റെ പേര്, ഇസ്രില്ലെമണ്ണ്. ആ ഇസ്രില്ലെമണ്ണ് ഗുളിക കഴിച്ചിട്ട് അതിന്റെ വേരിയേഷൻ ആണ്, സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ട വേരിയേഷൻ കൊണ്ടാണ് സ്ട്രോക്ക് വന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ സ്ട്രോക്ക് വന്ന് പിന്നെ ഈ അവിടുന്ന് സാജിസ് പറഞ്ഞ MRI സ്കാനിങ്ങിന്റെ അവിടുന്ന് സ്കാനിങ് എടുത്തു, തലേന്റെ സ്കാനിങ് എടുത്തപ്പോൾ പറഞ്ഞു രക്തം തലയിൽ ക്ലോട്ട് ആയിട്ടുണ്ട്, അതിന്റെ ഭാഗമാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പോ പ്രമേഹം 180, ഭക്ഷണം കഴിച്ചിട്ട് 180, 189, 200 വരെ പോകുന്നുണ്ട്. ഇപ്പോ പിന്നെ ഈ സ്ട്രോക്കിന് വേണ്ടിയിട്ട് ബയോട്ടർ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഗുളിയുണ്ട്, പിന്നെ ടെനിയാക്ട് 20, അമിനോ 5, പിന്നെ റെഡ്മെറ്റ് G2 ഗുളികളാണ് കഴിക്കുന്നത്. പക്ഷെ ഷുഗർ ഇപ്പൊ തരാറില്ല. പിന്നെ വലത്തെ കൈയിന്റെ ഉള്ളുണ്ണ തരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് ഡോക്ടർ? എന്തെല്ലാം ഭക്ഷണമാണ് കഴിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് വ്യായാമം? ഇപ്പോഴാണ് TV ഓൺ ആക്കിയത്. ഡോക്ടർ പറഞ്ഞ് ശരിക്കും കേട്ടില്ല. ഓക്കെ, നമ്മളതല്ലേ ഷുഗർ കൺട്രോൾ എന്ന് പറയുന്നത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ആണ് നോക്കേണ്ടത്. എന്നുവെച്ചാൽ ലാസ്റ്റ് 3 മന്ത്സിലെ ആവറേജ് കൺട്രോൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം നോക്കിയാൽ കിട്ടുന്ന ഷുഗർ ആ ദിവസത്തേത് മാത്രമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതെ നോക്കിയിട്ട് ഒരു 126 താഴെ ഉണ്ടാവുന്നത് നല്ലത് തന്നെ, ഭക്ഷണം കഴിച്ചിട്ട് നോക്കുന്നത് 200 താഴെ ഉണ്ടാവുന്നത് നല്ലത് തന്നെ. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായിട്ടില്ല. അപ്പോൾ എല്ലാ ദിവസവും നോക്കുന്ന സമയത്ത് ഉള്ള ആവറേജ് 3 മന്ത്സിലെ കൺട്രോള് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് 8, 9, 10 ആവാൻ പാടില്ല. അത് 7 അതിൽ താഴെയോ ആയിട്ട് വരണം, എന്നാലേ നമുക്ക് കൃത്യമായിട്ടുള്ള കൺട്രോൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിലൊരു പ്രധാന കാര്യം നമ്മൾ പറഞ്ഞാൽ ഈ പ്രമേഹമുള്ളവർക്ക് പക്ഷാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് മുറയ്ക്ക് മരുന്ന് കഴിക്കുകയും ഓരോ വർഷത്തിൽ 2 or 3 തവണയെങ്കിലും ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ നോക്കുകയും വേണം. മാത്രമല്ല ഇതിന് നിങ്ങൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പി ഉണ്ടല്ലോ, ആ രീതി തുടരുകയും വേണം. ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, നിർത്തി. ഫിസിയോതെറാപ്പിയുടെ ചെയ്തു. അപ്പോൾ അത് എത്ര കാലം നടത്തണം എന്നാണ് പറഞ്ഞിരുന്നോ കൃത്യമായിട്ട്? ഇല്ല, ഡോക്ടർ പറഞ്ഞില്ല. ഓക്കെ, അതൊരിക്കൽ കൂടി അദ്ദേഹത്തെ കണ്ടിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുക. പിന്നെ ഭക്ഷണ കാര്യത്തിൽ ഡോക്ടർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ, എനിക്ക് ആൻജിയോഗ്രാം ചെയ്തു, ഞാൻ ഹാർട്ടിന്റെ പ്രോബ്ലം കൊണ്ടാണോ അങ്ങനെ വന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ആൻജിയോഗ്രാമിൽ എന്താ ആൻജിയോഗ്രാം ചെയ്തു. ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ഹാർട്ടിന്റെ പ്രോബ്ലം കൊണ്ടല്ല വന്നത്. ഈ ടാബ്ലറ്റിന്റെ വേരിയേഷൻ കൊണ്ടാണ് വന്നതെന്നാ പറഞ്ഞത്. അതായത് ഷുഗർ വളരെ കൂടിക്കഴിഞ്ഞാൽ അത് തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുണ്ട്, അതിന് ബ്ലോക്ക് വന്നാലും അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അത് ഇതിന് പുറമേ ആയിട്ടുള്ള മറ്റ് ടെസ്റ്റുകളും കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ CT സ്കാൻ ചെയ്തതിൽ തലച്ചോറിൻ്റെ ചില ഭാഗത്ത് രക്തം കുറവ് വരുന്നതാണ് കൂടുതലും സ്ട്രോക്കിന് കാരണമാവുന്നത്. അപ്പോൾ 85% പേരിലും അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിലുകൊണ്ട് ഉണ്ടാവുന്നത് പേടിക്കാനില്ല, അത് ശരിയായി കിട്ടുകയും ചെയ്യും. പക്ഷേ നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളത് കരോട്ടിഡിൻ്റെ ആൻജിയോഗ്രാമും കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം കൂടി അറിയുന്നത് നന്നായിരിക്കും ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം. പിന്നെ ഈ ഭക്ഷണ കാര്യത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് കഴിക്കുക. ദിവസവും ഫ്രൂട്ട്സ് കഴിക്കണം, കഴിക്കാതിരിക്കല്ല വേണ്ട, നിർബന്ധമായും കഴിക്കണം. ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുന്ന ഇടവേളകളിലെ ഭക്ഷണത്തിലാണ് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. ആപ്പിൾ കഴിക്കുക, ദിവസവും ആപ്പിൾ കഴിക്കുക. രാവിലെ ആപ്പിളെങ്കിൽ ഉച്ചയ്ക്ക് പിന്നെ ഓറഞ്ച് കഴിക്കുക, വൈകുന്നേരം പേരക്ക കഴിക്കുക, രാത്രി വേണമെങ്കിൽ കക്കിരി കഴിക്കുക, അല്ലെങ്കിൽ വെള്ളരി പച്ചക്കും കഴിക്കുക, കറി വെച്ചും കൂട്ടാം. അപ്പോൾ ഈ ഇടവേള ഭക്ഷണമായിട്ടാണ് ഈ ഫ്രൂട്ട്സ് നല്ലത്, കഴിക്കണം നിർബന്ധമായിട്ടും. ഓരോന്ന് വെച്ച് ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, കിവി നമുക്ക് കഴിക്കാവുന്ന ഫ്രൂട്ട്സാണ്, സ്ട്രോബെറി നമുക്ക് കഴിക്കാവുന്ന ഫ്രൂട്ട്സാണ്. പക്ഷേ എങ്കിൽ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സാണ് മുന്തിരി കഴിക്കാൻ പാടില്ല, പഴുത്ത ചക്ക കഴിക്കാൻ പാടില്ല, പഴുത്ത മാങ്ങ കഴിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഈ ക്യാരറ്റ് കഴിക്കാൻ പാടില്ല, പക്ഷേ ബീട്രൂട്ട് കഴിക്കാം. ഇങ്ങനെയുള്ള കുറേ ഭക്ഷണ ക്രമീകരണങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് പാലിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ട്രാൻസ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് ഒഴിവാക്കണം. പക്ഷേ എങ്കിൽ കൂടി ബദാം പരിപ്പ് കഴിക്കാം, പിസ്ത കഴിക്കാം, അതെല്ലാം കഴിക്കാവുന്നതാണ്. ബദാം പരിപ്പ് പിന്നെ ദിവസവും വെള്ളത്തിലെടുത്തിട്ട് കുതിർത്തിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അത് പിറ്റേ ദിവസം എടുത്തിട്ട് കഴിക്കുന്നതാണ് നല്ലത്.
അണ്ടിപ്പരിപ്പ് അധികമായിട്ട് കഴിക്കരുത്, കാരണം കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ വല്ലപ്പോഴും ഒക്കെ എടുത്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 5 വെച്ച് ദിവസം എടുത്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിൻ്റെ കൂടെ മിക്കവാറും ആളുകൾ അറ്റോസ്റ്റാറ്റിൻ കഴിക്കുന്നവരായിരിക്കും. പിന്നെ നമ്മളെ പൊതുവിലുള്ള ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ട്രാൻസ് ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക. അതുപോലെ നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുക. നാരുകൾ അടങ്ങിയിട്ടുള്ളതാണ് പഴങ്ങളും പച്ചക്കറികളും. മാത്രമല്ല റോൾഡ് ഓട്സ് അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറയുന്നുണ്ട്. അതല്ല, നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഗുണമേന്മയുള്ള ഭക്ഷണമാണ്. അത് കൂടുതലായിട്ട് കഴിക്കുകയും ചെയ്യണം. പിന്നെ ഗ്രീൻ ടീ കഴിക്കാവുന്നതാണ്. പിന്നെ രാവിലെ ഇപ്പം നമുക്ക് ഒരിക്കൽ പ്രമേഹം 5 വർഷത്തിനകം ഉള്ളതാണെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. 10 വർഷം കഴിഞ്ഞാൽ പ്രമേഹം റിവേഴ്സ് ചെയ്യാൻ, പ്രമേഹം ഇല്ലാതാക്കി തീർക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പം പ്രമേഹം നേരത്തെയുള്ള ചികിത്സയും ഭക്ഷണക്രമവും വളരെ പ്രധാനമാണ്. നമുക്ക് കാലറി കുറഞ്ഞ ഭക്ഷണമാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്. കാലറി കൂടിയ ഭക്ഷണം ഒഴിവാക്കുക, കാലറി കുറഞ്ഞ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ദിവസം ധാരാളം വെള്ളം കുടിക്കണം. 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം, നല്ല വെള്ളം എടുത്ത് കുടിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ കലറി കൂടിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് ബേക്കറി ഐറ്റംസ്, അതുപോലെ ഇറച്ചി, അതെല്ലാം കലറി കൂടിയ ഭക്ഷണമാണ്. കലറി കുറഞ്ഞ ഭക്ഷണത്തിൽ പെടുന്നതാണ് സോയാബീൻ, നിലക്കടല, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഈ പറഞ്ഞ റോൾഡ് ഓട്സ്, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, ലെൻറ്റിൽസ്, എല്ലാ പയറുവർഗ്ഗങ്ങളും കഴിക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ചെറുപയർ കഴിക്കുക, മമ്പയർ കഴിക്കുക. അത് ചെറുപയർ ഏറ്റവും നല്ല മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറുപയർ വെള്ളത്തിലിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് മുളപ്പിച്ചിട്ട് വേവിച്ചിട്ട് കഴിക്കുക. അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം 4 മണിക്ക് ഈ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ പുഴംപൊരി എടുത്ത് കഴിച്ചതിനേക്കാൾ നല്ലതാണ്. ഇപ്പോൾ രാവിലത്തെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് നമ്മൾ ഷുഗർ ഒഴിവാക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്, പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നുള്ളവർ കലോറി ഒഴിവാക്കിക്കൊണ്ടുള്ള ഭക്ഷണം തന്നെ, വളരെ കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയും അത്ര ശ്രദ്ധിക്കുകയും വേണം. പക്ഷേ അത് കുറച്ച് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്രയും ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ പറ്റും. ഉദാഹരണമായിട്ട് പ്രമേഹ രോഗികൾക്ക് ദിവസം 1 മണിക്കൂർ നടക്കേണ്ടതുണ്ട്. അതിനുള്ള സമയം കണ്ടെത്തണം. പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റായിട്ട് ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രമേഹം ഇല്ലാതെ ജീവിക്കാം. പക്ഷേ പ്രമേഹത്തിന് വളരെ നിയന്ത്രിതമായ തോതിൽ മരുന്ന് കഴിച്ചുകൊണ്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുവിധം സാധ്യമാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ, രാവിലെ ഒരു 3 ഇഡ്ഡലി അല്ലെങ്കിൽ 2 ചപ്പാത്തി കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് ഉപ്പുമാവ് കഴിക്കാം. ഈ 2 ചപ്പാത്തി എന്ന് 5-6 ഒന്നും ആയി പോകാൻ പാടില്ല. കറിയായിട്ട് ഗ്രീൻ പീസ് കറി ഉപയോഗിക്കുക, കടലക്കറി ഉപയോഗിക്കുക. നമ്മളിതിലിപ്പം പ്രമേഹം ഒഴിവാക്കണം എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഈ എല്ലാം തന്നെ ചോറ് ഒഴിവാക്കണം, ചപ്പാത്തി ഒഴിവാക്കണം, ഇഡ്ഡലി ഒഴിവാക്കണം, ഇങ്ങനത്തെ പൂരി ഒഴിവാക്കണം. എന്നിട്ട് കടല കഴിക്കുക, അതുപോലെ തന്നെ ഈ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് കഴിക്കുക. ആ രീതിയിലേക്ക് മാറേണ്ടി വരും. അത് പ്രായോഗികമായിട്ട് കുറച്ച് പ്രയാസമാണ്. അതേസമയത്ത് മരുന്നുകളുടെ അളവ് വളരെ കുറച്ചുകൊണ്ടുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് തികച്ചും സാധ്യമാണ്. അത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ ഒരു കുഴപ്പമില്ലാത്ത മെറ്റ്ഫോമിൻ പോലെയുള്ള മരുന്നുകൾ വളരെ ഗുണപ്രദമാണ്, നല്ലതുമാണ്. അപ്പോൾ അത് ചെറിയ തോതിൽ മെറ്റ്ഫോമിൻ പോലുള്ള മരുന്നുകൾ കഴിച്ച് ഭക്ഷണം ക്രമീകരിക്കുക എന്നതാണ് പലരും ചെയ്യുന്ന രീതി. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഭക്ഷണക്രമം തെറ്റിക്കഴിഞ്ഞാൽ ഷുഗർ കൂടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം ആ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ അവയവത്തെയും അത് ബാധിക്കുന്നുണ്ട്. ആദ്യം കണ്ണുകളെ ബാധിക്കുമ്പോഴാണ് റെറ്റിനോപ്പതി ഉണ്ടാകുന്നത്. അത് വൃക്കയെ ബാധിക്കുമ്പോഴാണ് നെഫ്രോപ്പതി ഉണ്ടാകുന്നത്. അത് ഞരമ്പുകളെ ബാധിക്കുമ്പോഴാണ് ന്യൂറോപ്പതിയായി തിരിയുന്നത്. ഇത് ലാസ്റ്റ് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു സീനുമുണ്ട്. അപ്പോൾ ഹൃദയത്തെ ബാധിച്ചിട്ടാണ് ഭൂരിപക്ഷം പേരും മരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പ്രമേഹമുള്ളവർക്ക് നേരത്തെ ഹൃദയത്തെ ബാധിക്കാനുള്ള ഒരു സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പ്രമേഹമുള്ളവർക്ക് നെഞ്ഞുവേദന വരികയാണെങ്കിൽ കൂടുതൽ പരിശോധന ECG ചെയ്യുകയും ECGയിൽ തകരാറുണ്ടെങ്കിൽ TMT ടെസ്റ്റ് ചെയ്യുകയും വേണം. TMT ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല, വേണ്ടി വന്നാൽ ആൻജിയോഗ്രാമും വേണ്ടി വരും. ഇപ്പോൾ ഈ ആൻജിയോഗ്രാം ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടെത്തിയാൽ കുഴപ്പമില്ല. അതേസമയത്ത് ആൻജിയോഗ്രാമിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പലപ്പോഴും പ്രമേഹമുള്ളവരിൽ പിന്നെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ആ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 2nd ഡിഗ്രി ബ്ലോക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ ട്രിപ്പിൾ വെസൽ ബ്ലോക്ക് ആയിരിക്കാം. അത് നമുക്ക് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് തീരുമാനിക്കാൻ പറ്റും. പലപ്പോഴും ആൻജിയോഗ്രാം എല്ലാം പല പ്രമേഹമുള്ള രോഗികളിലും പിന്നീട് വേണ്ടി വന്നേക്കാവുന്നതാണ്. പക്ഷേ അത് അത്രയും ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ പ്രമേഹമുള്ളവർക്ക്, പ്രത്യേകിച്ച് ഈ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഉള്ളവർക്ക് 69% പുരുഷന്മാരിലും CABG വേണ്ടി വരുന്നുണ്ട്. അതുപോലെ 80% പേർക്കും CABG സ്ത്രീകൾക്കിടയിലും വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വേണ്ടി വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഓപ്പറേഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് ഇത്തരം കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ എങ്ങനെ തടഞ്ഞു നിർത്താം എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഇപ്പം നമ്മൾ ആപ്പിൾ കഴിക്കാവുന്നതാണ്,
തക്കാളി കഴിക്കാവുന്നതാണ്, ബ്രോക്കോളി കഴിക്കാവുന്നതാണ്, അതുപോലെ മത്തന്, ഇളവന്, കുമ്പളം, ചീരേൻ്റെ ഇല, മുരിങ്ങേൻ്റെ ഇല, നാടൻ പയർ, ബീൻസ് പയർ, ഇത്തരം ഭക്ഷണങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് കഴിക്കേണ്ടതുണ്ട്. ചോറിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക. മട്ടയരി നല്ലതാണ്, റേഷൻ പൊടിയിൽ ഉപയോഗിക്കുന്ന അരി മട്ടയരി നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഓട്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഫുഡാണ്. ഹലോ ഹലോ ഡോക്ടർ തീർച്ചയായും വളരെ വ്യക്തമാണ്. വീണ്ടും ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, എറണാകുളത്ത് നിന്നും സലീമാണ്. സലീം, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, നമസ്കാരം ഡോക്ടർ. സലീം ചോദിച്ചു. നമസ്കാരം ഡോക്ടർ. പറയൂ. അതെ സാറേ, എനിക്ക് നിലവിൽ അസുഖങ്ങളൊന്നുമില്ല, ഷുഗറും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ അവിടെ ബ്ലഡ് ടെസ്റ്റ് നടത്തി. ഒരു 10-12 ഷീറ്റ് പേപ്പർ ഉണ്ടായ റിസൾട്ട്. ഡോക്ടറെ കാണിച്ച് ഡോക്ടർ ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു പൈസ സലീമിന് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ചെന്നാണ് സാറേ, സലീമിന് 2 കൊല്ലം കഴിഞ്ഞാൽ ഷുഗർ വരും, അതുകൊണ്ട് കൊടുക്കാൻ. എന്റെ നിലവിൽ ജീവിതത്തിൽ എനിക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ല സാറേ. ഇപ്പൊ റിപ്പോർട്ട് പ്രകാരം സലീമിന് 2 കൊല്ലം കഴിഞ്ഞാൽ ഷുഗർ വരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞ് എന്നെ റിജക്ട് ചെയ്തു. അതെല്ലാന്നൊരു പിടിയില്ല. അതായത് നമ്മൾ പ്രമേഹം മാത്രമല്ല, പ്രീ ഡയബറ്റിക് എന്ന് പറയുന്നൊരു ഘട്ടമുണ്ട്. ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ കഴിഞ്ഞ ലാസ്റ്റ് 3 മാസത്തെ ഷുഗറിൻ്റെ ലെവല് ഈ 5.8 6.4 ഇടയ്ക്കാണെങ്കിൽ അതിന് പ്രീ ഡയബറ്റിക് എന്നാണ് പറയുക. പ്രമേഹം ഇല്ല, പക്ഷേ പ്രമേഹം എപ്പം വേണമെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് പ്രയാസമായിരിക്കും വൃക്കദാനം ചെയ്യുന്നത്. പിന്നെ വൃക്കദാനത്തിലെ മറ്റൊരു കാര്യം, നമ്മൾ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ ഈ വൃക്കദാനം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിൽ തന്നെ HLA ടെസ്റ്റിംഗ് നടത്തിയിട്ട് യോജിച്ചതാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അവിടുത്തെ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ മിനി ഉണ്ട് എറണാകുളത്ത്, അവരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. തീർച്ചയായും ഡോക്ടർ പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മളിപ്പോൾ ഭക്ഷണക്രമത്തെക്കുറിച്ച് പറയുകയുണ്ടായി, മരുന്നിനെ വ്യായാമത്തെക്കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ എന്താണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്? കൃത്യമായ ഡയറ്റ് ആണല്ലോ പ്രമേഹ നിയന്ത്രണത്തിൽ സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്ന സമയത്ത് കലോറി കുറഞ്ഞ ഭക്ഷണം അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. പിന്നെ ട്രാൻസ് ഫാറ്റി ആസിഡുകൾ ഒഴിവാക്കണം. അതേ സമയത്ത് നമുക്ക് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആവശ്യത്തിന് പ്രോട്ടീനുള്ള ഭക്ഷണം വേണം. ഈ ഒരു ഭക്ഷണ ക്രമീകരണത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും അതിൽ പെടുന്നതാണ് നമുക്ക് സോയാബീൻ, നിലക്കടല, അതുപോലെ തന്നെ എല്ലാ പയറുവർഗ്ഗങ്ങളും, ചെറുപയർ, മമ്പയർ, കടല, പരിപ്പ്, മുതിര, ഇങ്ങനത്തെ എല്ലാ ഭക്ഷണങ്ങളും അതിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഇവിടുന്നാണ് ഓട്സ് എന്ന് പറയുന്നത്. ഇത്തരം ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയ ഭക്ഷണം എന്ന് പറയുന്ന ഓരോ ആളുകളുടെ താല്പര്യമായിരിക്കും. ഇപ്പം വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവരുണ്ടാവും, ചിലർ എല്ലാ ഭക്ഷണവും കഴിക്കുന്നവരുണ്ടാവും. ഇപ്പം വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പം ഈ മുത്താറി കൊണ്ട് ഓട്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ മുത്താറിയുടെ കൂടെ കൂട്ടാനായിട്ട് നമുക്ക് മറ്റ് ഐറ്റംസും കൂട്ടാവുന്നതാണ്. ഉദാഹരണമായിട്ട് മറ്റ് പല ഐറ്റംസ് കൂട്ടാവുന്നതാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർ മത്സ്യം കഴിക്കുന്നവരായിരിക്കും. മത്സ്യം കഴിക്കുന്നവരാണെങ്കിൽ മത്തി, അയില എന്നിവ കറി വെച്ച് കൂട്ടാവുന്നതാണ്. അത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ അതിൽ പക്ഷേ പൊരിച്ച് കഴിച്ചാൽ അതിൻ്റെ ഗുണം പോയി. അപ്പോൾ അതുപോലെ തന്നെ ഗ്രീൻ ടീ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്ന ഓരോ ആളുകളുടെ താല്പര്യം അനുസരിച്ചാണ്. ഇപ്പോൾ ഉദാഹരണം ഞാനൊരു ലഘുവായൊരു ഭക്ഷണ രീതി പറയുന്ന സമയത്ത് രാവിലെ ഒരു 3 ഇഡ്ഡലി കഴിക്കുക, അല്ലെങ്കിൽ 2 ചപ്പാത്തി കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ ഒരു 10 മണിയാവുന്ന സമയത്ത് ഒരു ആപ്പിളും ഒരു ഓറഞ്ചും കഴിക്കുക. ഓറഞ്ച് ജ്യൂസ് കഴിക്കാൻ പാടില്ല, ജ്യൂസ് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. ഇപ്പോൾ രാവിലത്തെ ഭക്ഷണത്തിന് മുമ്പായിട്ട് വ്യായാമം ചെയ്യേണ്ടത് നിർബന്ധമാണ്. അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് ഒരു 10 മണിയാവുന്ന സമയത്ത് കുറച്ച് വെള്ളം കുടിക്കുന്നതായിരിക്കും കൂടുതൽ. നാരങ്ങാ വെള്ളം കഴിക്കുക, പക്ഷേ നാരങ്ങാ വെള്ളത്തിൽ ഉപ്പിടാൻ പാടില്ല, പഞ്ചസാര ഇടാൻ പാടില്ല. അല്ലെങ്കിൽ മോര് വെള്ളം കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ തൈര് കഴിക്കാവുന്നതാണ്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭക്ഷണ ക്രമീകരണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഗുണപ്രദമാവുക. പിന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴേറ്റവും പറയുന്നത് പ്ലേറ്റ് മെത്തേഡാണ് ഏറ്റവും നല്ലതെന്നാണ്. അത് ശാസ്ത്രീയമായിട്ടും ശരിയാണ്. നമ്മൾ കഴിക്കുന്ന ഒരു സ്റ്റീൽ പാത്രത്തിൽ ഫുൾ ഭക്ഷണം എടുക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ പകുതി എന്ന് പറയുന്ന ഇലവർഗ്ഗങ്ങളായിരിക്കണം, വെജിറ്റബിൾസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ചീരയുടെ ഇല, ചുവന്ന ചീര അല്ല പച്ചച്ചീര, അല്ലെങ്കിൽ മുരിങ്ങേൻ്റെ ഇല, അതല്ലെങ്കിൽ ഈ പിന്നെ ചീരേൻ്റെ ഇല, മുരിങ്ങേൻ്റെ ഇല, ക്യാബേജ് കലറി വളരെ കുറഞ്ഞ ഒരു നല്ല ഭക്ഷണമാണ്. ഈ ഒരു പാത്രത്തിൻ്റെ 4 പകുതി എന്ന് പറയുന്നത് ഇത്തരം പച്ചക്കറികളായിരിക്കണം.
പാത്രത്തിൻ്റെ 1/4 പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് തൈര് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൂൺ എന്ന് പറയുന്നത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ്. അതുപോലെ പയറുവർഗ്ഗങ്ങൾ പിന്നെ പ്രോട്ടീൻ അടങ്ങിയതാണ്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ നമുക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ ഫിഷ് കഴിക്കുന്നവർക്ക് ഫിഷ് കറി വെച്ച് കൂട്ടുകയും ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ പ്ലേറ്റ് മെത്തേഡ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കോർ എന്ന് പറയുന്നത്, പ്രമേഹ നിയന്ത്രണത്തിലെ ഉച്ചഭക്ഷണത്തിൻ്റെ കോർ എന്ന് പറയുന്നത്. അതിൽ ചോറെന്ന് പറയുന്നത് 1/4 മാത്രമേ പാടുള്ളൂ. അതും മട്ടയരി മാത്രം ഉപയോഗിക്കും, വെള്ളയരി ഉപയോഗിക്കാൻ പാടില്ല. അതും വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൽ കുറച്ച് തൈര് കൂടുതൽ ഉപയോഗിക്കണം എന്നുള്ളവർ കൂടുതൽ ഉപയോഗിക്കാം. അതല്ല സോയാബീൻ പോലെയുള്ള കലോറി കുറഞ്ഞ ഭക്ഷണം കൂടുതൽ ഉപയോഗിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉച്ചഭക്ഷണത്തിലെ ആ ബൾക്ക് എന്ന് പറയുന്നത് ചോറ് വളരെ കുറയ്ക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വൈകുന്നേരം 4 മണിക്ക് കഴിക്കുന്നത് ഈ ചെറുപയർ മുളപ്പിച്ച് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഈ നിലക്കടല കഴിക്കാവുന്നതാണ്. മറ്റ് എണ്ണയിൽ പൊരിച്ച പഴംപൊരി, ഈ ചിക്കൻ അങ്ങനത്തെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. രാത്രി ഭക്ഷണം കുറച്ചുകൂടി നല്ലത് ഓട്സാണ്. ഉച്ചയ്ക്ക് ഈ ചെറുവായി ഈ പ്ലേറ്റ് മെത്തേഡും രാത്രി ഭക്ഷണം ഓട്സ്, റോൾഡ് ഓട്സ് ആണ് ഏറ്റവും നല്ലത്. സ്റ്റീൽ കട്ട് ഓട്സ് അത് പാകം ചെയ്ത് കിട്ടാൻ കുറച്ച് സമയമെടുക്കും, പക്ഷേ നല്ലതാണ്. നാര് വർഗ്ഗങ്ങൾ കൂടുതലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രമേഹം ഉള്ളവരൊക്കെ തന്നെ എപ്പോഴും ഒരു 450 ഗ്രാം പഴവർഗ്ഗങ്ങൾ ദിവസം കഴിക്കണം. അതുപോലെ തന്നെ ഈ ഫൈബർ റിച്ച് ഡയറ്റ്, നാരുകൾ കൂടുതലുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുകയും വേണം. അപ്പോൾ അത്തരം ഒരു ഭക്ഷണ ക്രമീകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. രാത്രി ഭക്ഷണത്തിന് ഓട്സ് ആണ് കൂടുതൽ നല്ലത്, രാത്രി ചോറ് ഒഴിവാക്കിയിട്ട്. പിന്നെ ഈ ഭക്ഷണക്രമം ഇത്രയൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഓരോ ആളുകളുടെ താല്പര്യങ്ങളും അഭിരുചികളും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം ഭക്ഷണം കഴിക്കാം, എന്തെല്ലാം കഴിക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കാം. ഉദാഹരണമായിട്ട് ഒരാൾക്കിപ്പം ഗ്രീൻ ടീ വളരെ ഇഷ്ടമാണെങ്കിൽ വളരെ നല്ല ഭക്ഷണമാണ്, കാരണം അതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഒരാൾക്ക് ഫ്രൂട്ട്സ് വളരെ കൂടുതലാണ്, കുറച്ചൊക്കെ അധികം ഫ്രൂട്ട്സ് കഴിക്കാം, കാരണം ഫ്രൂട്ട്സിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പല വൈറ്റമിൻസും മിനറൽസും ഉള്ള വലിയൊരു സമ്പുഷ്ടമായ സംഗതിയാണ് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മുടെ മറ്റൊരു കാര്യം, നമ്മൾ വെള്ളം കുടിക്കുന്നതും വളരെ ആഡക്വേറ്റ് ആയിട്ട് തന്നെ വേണം. ഈ ഒരു ഭക്ഷണക്രമം പറയുന്നതും പ്രമേഹ നിയന്ത്രണത്തിന് മറ്റൊരു നാഴികക്കല്ലാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അധികം സമയം ഭക്ഷണം കഴിക്കാതിരിക്കുക. വൈകുന്നേരം ഒരു 6 മണിയോടെ ഭക്ഷണം കഴിച്ച് നിർത്തുക. രാത്രിത്തെ ഭക്ഷണം കുറച്ച് നേരത്തെ ഒരു 6 മണിയോടെ കഴിച്ച് നിർത്തുക. അതിനുശേഷം രാത്രി ഭക്ഷണം ഒന്നും കഴിക്കേണ്ട. പിറ്റേന്ന് രാവിലെ ഒരു 8 മണിക്ക് കഴിച്ചാൽ മതി ഭക്ഷണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുക. ഈ ഒരു രീതിക്കാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു 47% ഫലപ്രദമാണ് പ്രമേഹ നിയന്ത്രണത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിലുള്ള ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദ നിയന്ത്രണത്തിനുള്ള കുറേ മാർഗ്ഗങ്ങളുണ്ട്. അത് യോഗ പോലുള്ള രീതികൾ ശാസ്ത്രീയമാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ഈ സ്പോർട്സ് സ്പിരിറ്റ്, നമ്മൾ നടത്തം മാത്രമല്ല മറ്റ് വ്യായാമങ്ങളുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് പാലിക്കാവുന്നതാണ്. ചിലർക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമായിരിക്കും, ഡാൻസ് കളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അങ്ങനെയുള്ള നമ്മുടെ ഈ ജീവിതചര്യകൾ, പ്രത്യേകിച്ച് ഭക്ഷണക്രമമായാലും സ്പോർട്സ് ആയാലും അതിലൊരു പ്രാധാന്യം നൽകേണ്ടതുണ്ട്. തീർച്ചയായും ഡോക്ടർ, വളരെയധികം നന്ദി. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാണ്. ഹലോ ഡോക്ടറിന് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രമേഹവും ഭക്ഷണക്രമവും എന്ന വിഷയമാണ് നമ്മളിന്ന് സംസാരിച്ചത്. ഇതിനായി നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കാസർഗോഡ് നീലേശ്വരം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലെ ഫിസിഷ്യനും ജൂനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ പി സോമസുന്ദരനാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.